ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി അതുപോലെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഒരുപാട് നേരമൊന്നും നമ്മൾ തേങ്ങ വറുക്കണ്ട, ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറി അതുപോലെ നെയ്യുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് തൊലിയൊക്കെ കറുത്തിട്ടുള്ള നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് ഈ ഒരു സ്നാക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഒരു കറുത്ത പൂവൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കിട്ടും, നല്ല മധുരം ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ല പഴുത്തമായതുകൊണ്ട് തന്നെ കൈവച്ച് തന്നെയാണ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. കാരണം കൈവച്ചൊന്ന് നിൽക്കുമ്പോൾ തന്നെ അതങ്ങ് ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത പഴം ഇത്രയും പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ കൈവച്ച് തന്നെ എല്ലാം ഇതുപോലെ ഉടച്ചെടുത്തു. പെട്ടെന്ന് തന്നെ കണ്ടില്ലേ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് അതിനകത്തേക്ക് ചേർക്കുന്നത്. അതുപോലെ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറ്റം വരുത്തിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും നട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അരിപ്പൊടിയുടെ ഒരു അളവെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് അരിപ്പൊടി ചേർക്കരുത്, കാരണം അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോവും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ഒത്തിരി കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇതിനകത്തേക്ക് ചേർക്കരുത്. നമ്മൾ ആ പഴത്തിൻ്റെ നനവ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ. അപ്പോൾ കയ്യിൽ അല്പം നെയ്യ് ഒന്ന് തടവിയിട്ട് നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്ക് ബോളാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അരിപ്പൊടി ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അരിപ്പൊടി ആവരുത്. നമ്മുടെ പഴത്തിൻ്റെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ ഒരു 10 എണ്ണമാണ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, 2 തട്ടിലായിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആവി കയറ്റുന്ന ആ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ്, കാരണം അതിൽ ആ ഒരു അരിപ്പൊടി മാത്രമേ വേവാനായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചൂടോടുകൂടി ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് തണുത്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ആ ചൂട് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ പുറത്തൂടെ തേങ്ങ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ തേങ്ങയൊക്കെ അതിലിങ്ങനെ പിടിച്ചിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഞാനൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതുപോലെ ഉള്ളിലെ തേങ്ങയൊക്കെ നിങ്ങൾ കൂടുതൽ ഇടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ ഈ ഒരു 4 മണി പലഹാരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്